സുഹൃത്തുക്കളെ ഫിഷിംഗ് ഹമീദാണ് കേട്ടോ. ചാലിയം കടപ്പുറാണ്. ജൂൺ 28 കേട്ടോ, ഞായറാഴ്ച രാവിലെ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ചെറിയ ചാറ്റൽ മഴയാണ്. കടല് രാവിലെ നല്ല മോശമാണ്, നല്ല കാറ്റാണ്, മഴ കുറവാണ്. നല്ല കടല് കലി തുള്ളിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ വള്ളക്കാരൊക്കെ നേരത്തെ ഈ ഒരു കടപ്പുറത്തേക്ക് ഒരുമിച്ച് എത്തിയതാട്ടോ. അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും രണ്ട് തരം മീനാണ് കടപ്പുറത്തുള്ളത് വള്ളക്കാരയിൽ. ഇന്ന് മത്തിയും മറ്റേ നെത്തോലിയാണ് കേട്ടോ. അപ്പൊ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. അപ്പൊ വള്ളക്കാരൻ മത്തി എന്ന് പറഞ്ഞപ്പോ നല്ല അടിപൊളി വലിയ മത്തികളാട്ടോ. ഈ ഒരു സമയത്തെ മത്തി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ കുറച്ച് വള്ളങ്ങളിലായിട്ട് ഇങ്ങനെ മത്തികൾ വന്ന മത്തികളും കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ ലേലം വിളിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പൊ ചെറിയൊരു ലോങ് വീഡിയോ, ഒരു 3-3.5 മിനിറ്റിൽ അധികമുള്ള ഒരു ദൈർഘ്യമുള്ള ഒരു ലോങ് വീഡിയോ ആണ്. സാധാരണ ലോങ് വീഡിയോ വിടാനും ഇഷ്ടമില്ല. മാക്സിമം ഷോർട്സാ വിടല്. ഷോർട്സിൽ മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ഷോർട്സ് ആക്കിയിട്ട് ലെങ്ത് കുറച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ചെറിയ ലോങ് വീഡിയോ വിടുന്നത്. അപ്പോൾ തിരക്കില്ലാത്ത ആൾക്കാരൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ചാലിയത്ത് വെള്ളിയാഴ്ച മാത്രമേ ഒഴിവുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ അതിരാവിലെ മുതൽ മാർക്കറ്റ് നല്ല സജീവമായിരിക്കും. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണല്ലോ. മഴക്കാലമാകുമ്പോൾ ട്രോളിങ്ങിൻ്റെ ഒക്കെ സമയമാണ്. പിന്നെ ഇടയ്ക്ക് കടൽ ക്ഷോഭം ഉണ്ടാവും. ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ കടൽ ഇളക്കമുള്ള സമയമാണ്. അതുകൊണ്ട് വള്ളക്കാരൊക്കെ ഒരുമിച്ച് വന്നാണ്. അപ്പോൾ നാളെ ഈ മീൻ ഉണ്ടാവാൻ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് എല്ലാവരും അവിടുന്ന് പറയുന്നുണ്ട്. കടൽ അക്കോത്തിൽ കളി തുള്ളിക്കുന്ന സമയം, അതാണ് വള്ളക്കാരൊക്കെ ഒരുമിച്ച് ഇവിടെ വന്നത്. ഈ കുട്ടയിൽ കാണുന്ന ഈ ഒരു മീനുകളൊക്കെ സാധാരണ നാടൻ കച്ചവടം ഉണ്ടാവുമല്ലോ, സൈക്കിളിൽ ടൂ വീലറിലൊക്കെ കൊണ്ടുവന്ന ആ കച്ചവടക്കാരാണ് കൂടുതൽ ഈ മീൻ എടുക്കുക. പിന്നെ ഈ ഒരു കൊട്ടമീൻ നമുക്കൊക്കെ ലേലം വിളിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഒരു 5-6 ആളൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഈ കൊട്ട ലേലം വിളിച്ചെടുക്കണം ഞാൻ അവിടെ കാഴ്ച കാണാറുണ്ട് കേട്ടോ. ഈ കാണുന്ന ആ ഫുൾ കൊട്ട മത്തിക്ക് 3500-ന്റെ മേലെ വില വരുന്നുണ്ട് കേട്ടോ. ചാലിയത്തെ ഒരു മീനിന് പ്രത്യേക ഡിമാൻഡാണ് കേട്ടോ. ചാലിയത്തെ മീൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പല ദൂരത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് മീൻ വാങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ഒരു മഴക്കാലത്തുള്ള മത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു മത്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇതിൻ്റെ മുന്നത്തെ മത്തികളൊക്കെ വലിയ മത്തിയാണെങ്കിലും പണ്ടത്തെ ആ ടേസ്റ്റ് കുറവാന്ന് എല്ലാവരും അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ ഒരു മത്തി ആ ഒരു പഴയ ടേസ്റ്റിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ മത്തികളൊക്കെ കാണുമ്പോൾ നാളത്തെ സ്ഥിതി എന്താന്നുള്ളത് നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പം കടൽ മോശമാണ് രാവിലെ മുതൽ തന്നെ. അപ്പോൾ നാളെ നന്നായി മീൻ കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ നല്ലത് കണ്ട് വേറൊന്നുമില്ല. അതിരാവിലെ ഒട്ടുമിക്ക വള്ളക്കാരിലും മത്തിയാണെങ്കിൽ പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് വള്ളക്കാർ വന്നിട്ടുണ്ട്. അവരിലൊക്കെ നെത്തോലി കേട്ടോ. നല്ല കാറ്റഗറിപ്പെട്ട നല്ല വെള്ള നെത്തോലിയാണ്. അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു നെത്തോലി കേട്ടോ ഈ ഒരു മീനിന്. ഈ നെത്തോലിനെ പറ്റി നമ്മളെ യൂട്യൂബിൽ ചെറിയ ഷോർട്സ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ നെത്തോലി കണ്ടി എത്രയും ചെറിയൊരു മീനായിട്ടും ഞാനൊരു ചെറിയൊരു മീനല്ല എന്ന് പറഞ്ഞ വീഡിയോ വിട്ടിട്ടുണ്ടായി. അപ്പോൾ അതിന് മാത്രം മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു മീനിനുണ്ട്. അതുകൊണ്ടാണ് ഈ നെത്തോലി ഒരു ചെറിയൊരു മീനല്ല എന്നെല്ലാവരും പറയുന്നത്. നമ്മളൊരു സുഹൃത്ത് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്, ഹമീദ നെത്തോലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്യാസിൻ്റെ ഗുളിക കൂടി ഞാൻ കഴിക്കുന്നുണ്ട്, കാരണം ഇത് ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ഗ്യാസ് ഉണ്ടെങ്കിൽ എണ്ണയിലിട്ട് കൂടുതൽ വറുത്തിട്ട് കളറാക്കിയിട്ട് നല്ല മസാല ഒക്കെ ചേർത്ത് പൊരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ ഒന്ന് ലളിതമായിട്ട് എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് പൊരിച്ച് കഴിച്ചാൽ മതി. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളത് ഗ്യാസിൻ്റെ ഗുളികൊന്നും കഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഒരു മീന് തേങ്ങ അരച്ച് രാവിലെ പത്തിരിയിൽ വെക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റാണ്. ഈ അങ്ങനെ ആകുമ്പോൾ ഗ്യാസിൻ്റെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ചാലിയത്തുള്ള ചെറിയ ലോങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.